സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം വടക്കൻ പറവൂരിൽ മരുമകളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃപിതാവ് തൂങ്ങി മരിച്ചു. പറവൂർ വടക്കമ്പാളം ഷാനുവിനെയാണ് ഭർത്തൃപിതാവ് സെബാസ്റ്റ്യൻ കഴുത്തറുത്ത് കൊന്നത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണം. സംഭവ സമയത്ത് ഭർത്താവ് സിനോജ് വീട്ടിലുണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങളായി ഇവർ നോർത്ത് പറവൂരിലാണ് താമസിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏറെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വടക്കൻ പറവൂരിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇത് കുടുംബ വഴക്കാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? പറവൂർ വടക്കം പറവൂരിൽ രാവിലെ 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ഷാനുവും ഒപ്പം ഷാനുവിന്റെ ഭർത്താവ് സിനോജിന്റെ അച്ഛൻ സെബാസ്റ്റ്യൻ, ഇവർ 3 പേരുമായിരുന്നു ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. സിനോജ് പുറത്തേക്ക് പോയ സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സിനോജിന്റെ അച്ഛൻ സെബാസ്റ്റ്യനാണ് മരുമകളായ ഷാനുവിന്റെ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആ സമയത്ത് തന്നെ ഷാനു വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് നാട്ടുകാരാണ്, ഈ അടുത്തുള്ള അയൽവാസിയാണ് ഇത് കാണുകയും ഉടൻ തന്നെ ഷാനുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഷാനു മരിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ഈ സംഭവം നടന്ന ശേഷം തന്നെ സെബാസ്റ്റ്യൻ തൂങ്ങി മരിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പറവൂരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇവർ തമ്മിൽ കുടുംബ വഴക്കാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. കുറച്ച് നാളുകളായി ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഷാനുവിന്റെ ഭർത്താവ് സിനോജ് സ്ഥലത്തില്ലായിരുന്നു. സിനോജ് പിന്നീടാണ് ഈ വിവരം അറിഞ്ഞാണ് വീട്ടിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പറവൂരിലാണ് മരുമകളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃപിതാവ് തൂങ്ങി മരിച്ചത്. നവമി, ഈ ഭർത്താവ് ഈ സമയത്ത് വീട്ടിലില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഭർത്തൃപിതാവും ഈ യുവതിയും തമ്മിലുള്ള പ്രശ്നമാണോ അതോ മകനുമായിട്ടുള്ള പ്രശ്നമാണോ? എന്തായിരിക്കാം കൊലപാതകത്തിന് കാരണമെന്ന കൃത്യമായ വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ടോം, സെബാസ്റ്റ്യനും മരുമകൾ ഷാനുവുമായി ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് നാട്ടുകാരും ഒപ്പം തന്നെ ചില ബന്ധുക്കളും സ്ഥിരീകരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ കുറച്ച് വർഷങ്ങളായി ഇവർ ഈ പറവൂരിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ആ സമയത്തൊക്കെ ഇവർ തമ്മിലുള്ള വഴക്കുണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. അവരുമൊക്കെ ഇവർക്കിടയിൽ ഒരു തർക്കമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകം സെബാസ്റ്റ്യൻ നടത്തിയിരിക്കുന്നത്. പക്ഷെ എന്താണ് പെട്ടെന്ന് ഒരു പ്രകോപനത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ല. ഭർത്താവ് സിനോജും സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ വിവരം അറിഞ്ഞതിന് ശേഷമാണ് സിനോജ് വീട്ടിലേക്ക് എത്തിയത്. സിനോജ് പുറത്തു പോയ സമയത്തായിരുന്നു സെബാസ്റ്റ്യൻ ഷീനയുടെ കഴുത്തിൽ കത്തിവെച്ച് മുറിച്ചത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് അവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം രണ്ടുപേരുടെയും മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അയൽവാസികളും ഇവർ തമ്മിലുള്ള ഒരു തർക്കമുണ്ടായിരുന്നു എന്ന്
സ്ഥിരീകരിക്കുന്നുവെങ്കിലും എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണം, എന്താണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കാരണമെന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും വെട്ടേറ്റ ഉടൻ തന്നെ ഷാനു അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അവരാണ് ഷാനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഷാനു മരിച്ചിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് സെബാസ്റ്റ്യനും തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. ഇവർ തമ്മിൽ ഇതിനു മുൻപ് ഈ വീട്ടിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉള്ളതാണോ? സമീപവാസികളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രധാനമായും നമുക്കറിയാം ഈ മരുമക്കളെ അതല്ലെങ്കിൽ മരുമകളെയൊക്കെ ഈ സ്ത്രീധനത്തിന്റെ പേരിലും മറ്റു ചില പ്രശ്നങ്ങൾ, സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളുടെ പേരിലുമൊക്കെ പല രീതിയിൽ നിരവധി യുവതികൾക്ക് ഭർത്തൃവീട്ടിൽ പീഡനം ഏൽക്കേണ്ടി വരുന്നൊരു കാലത്താണ് നമ്മൾ ഇത്തരം സംഭവങ്ങളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയമോ അതല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമാണോ ഈ ഒരു കുടുംബ വഴക്കിലേക്ക് നയിച്ചതും പിന്നീട് അത് കൊലപാതകത്തിൽ കലാശിക്കാനുള്ള കാരണമായതും? ഇവർ തമ്മിൽ, അതായത് സെബാസ്റ്റ്യനും മരുമകൾ ഷാനുവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും സിനോജിന്റെ മൊഴിയെടുത്തിരുന്നു. സിനോജിനോട് ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് ഏത് തരത്തിലുള്ള തർക്കമാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തർക്കമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. കാരണം 12 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മുറിവേറ്റ ഷാനു അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോഴാണ് അയൽവാസികളും ഇക്കാര്യം അറിയുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ്, പരിശോധനയിലാണ് ഈ അമ്മായിയച്ഛൻ, അതായത് സിനോജിന്റെ അച്ഛൻ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതിനു ശേഷം തൂങ്ങിയതായി കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും അത്തരത്തിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇപ്പോഴും പോലീസ് സിനോജിന്റെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പോലീസിന് കൂടുതൽ സിനോജിനെ ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പോലീസും കടന്നിട്ടില്ല. എന്തായാലും പ്രാഥമികമായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇരുവരുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരും പറയുന്നുണ്ട്, സമീപവാസികളൊക്കെ ഇവർ തമ്മിലൊരു തർക്കം നിലനിന്നിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്നോ എന്തിനാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതിനുള്ള കാരണമെന്നോ ഇപ്പോഴും വ്യക്തമായിട്ടുമില്ല. നവമി, ഇപ്പൊ ഈ സിനോജും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അതോ ഈ അമ്മായച്ചനും മരുമകളും തമ്മിലുള്ള പ്രശ്നം മാത്രമായിരുന്നോ അവരുടെ വീട്ടിലുണ്ടായിരുന്നത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതായത് ഈ കൊലപാതകത്തിലേക്ക് കലാശിക്കാനുള്ള കാരണം ഈ വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും തർക്കമായിരിക്കുമോ? ടോം, സിനോജ് ഈ സംഭവ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നില്ല. നാട്ടുകാരൊക്കെ പറയുന്നത്, അതായത് അയൽവാസികളൊക്കെ പറയുന്നത് ഷാനുവും അമ്മായിയച്ഛനും തമ്മിലുള്ള ഒരു പ്രശ്നം നിലനിന്നിരുന്നു എന്ന്. ഷാനു അയൽവാസികളോടായി ഇത്തരത്തിൽ അമ്മായിയച്ഛനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും എന്താണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിലേക്ക് കലാശിച്ചത്, സിനോജുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതെന്തായാലും പോലീസ് സിനോജിൽ നിന്ന് തന്നെയായിരിക്കും അതിനൊക്കെയുള്ള വിശദാംശങ്ങൾ തേടുക. സിനോജിന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കോ അല്ലെങ്കിൽ മൊഴിയെടുപ്പിലേക്കോ ഒന്നും കടന്നിട്ടില്ല. കാരണം ഈ സംഭവ സമയത്ത് സിനോജ് വീട്ടിലുണ്ടായിരുന്നില്ല, ഒരാവശ്യത്തിനായി പുറത്തേക്ക് പോവുകയായിരുന്നു. എന്തായാലും സിനോജിനെയും കൂടുതൽ വിശദാംശങ്ങൾ സിനോജിൽ നിന്നും തേടേണ്ടതുണ്ട്. ഷാനു മുറിവേറ്റ ഉടനെ തന്നെ അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയപ്പോഴാണ് അവരും ഇക്കാര്യം അറിയുന്നത്. പിന്നീടാണ് സെബാസ്റ്റ്യനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഉടൻ ലഭ്യമാകും. ടോം, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എറണാകുളം വടക്കൻ പറവൂരിലാണ് മരുമകളെ ഭർത്തൃപിതാവ് കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്. സ്പോട്ട് പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ.വി. രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നുമായിരുന്നു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സത്യഭാമയുടെ വിവാദ പരാമർശം. തന്റെ വിദ്യാഭ്യാസ യോഗ്യത അടക്കം വിശദീകരിച്ച് രംഗത്ത് വന്ന ആർ.വി. രാമകൃഷ്ണൻ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലൊരു ആക്ഷേപത്തിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഇതിനു മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും
ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ പുറത്തിൽ അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് ആ കാര്യം ഇരിക്കുന്നത്. അതിനെ തുടർന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലില്ല. അത് കോടതിയിലാണ്. ഇപ്പോ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ള ഒരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു 20 മിനിറ്റ് ആവുന്ന സമയത്താണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചത്. എന്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന്, ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ. 2, കേരള സംഗീത നാടക അക്കാദമിയിൽ KPS ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ, മോഹിനിയാട്ട കലാകാരൻ. പിന്നെ ഇവര് കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയെ പോലും പറയുകയാണ്, പെറ്റമ്മ പോലും സഹിക്കില്ല. നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചയച്ചിട്ടാണ് ഇവര് സംസാരിച്ചിട്ടുള്ളത്. അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത്. കാക്കയെ പോലെ, ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ, പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവരുടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ്. അപ്പൊ അവരടക്കമുള്ള ആളുകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോഴും അധിക്ഷേപം ആവർത്തിക്കുകയാണ് സത്യഭാമ. പറഞ്ഞതിൽ ഒരു കുറ്റബോധവുമില്ലെന്നായിരുന്നു സത്യഭാമയുടെ പ്രതികരണം. പൊതു ഒരു അഭിപ്രായ പറഞ്ഞു. എന്റെ സ്വന്തം അഭിപ്രായം. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തില് അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധമില്ലെങ്കിൽ അവർ കൊണ്ടുനടന്നോട്ടെ. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞ. വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ചാനൽ റിപ്പോർട്ടർ? ഒരു വിരോധമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എടുത്തോണ്ട്? അയ്യോ എന്റെ പൊന്നു റിപ്പോർട്ടറെ, അയാൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ അത് അറിയുന്നേ? ഏതോ ഒരാളെന്ന് വിചാരിച്ചോളൂ. ഞാൻ ആരും പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുത്തി ചോദിക്കണതിനെ ഇപ്പത്തെ കാര്യം? എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നതിനാ? ഒരു കുറ്റബോധമല്ല. ഞാൻ ഇനിയും പറയും, വ്യത്യാസം കാണിക്കുന്നതും നിറവ്യത്യാസം കാണിക്കുന്നതും കലാകാരന് ചേരുന്നതാണോ? പിന്നെന്താ ചേരാത്ത? എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത്. ഇതിന് അത്യാവശ്യം സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ വേണം. അല്ല ഞാൻ ചോദിക്കട്ടെ, വിജയനോത്സവം ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പറിനകത്ത് സൗന്ദര്യം എന്നുള്ള കോളം എടുത്തുകളെ നിങ്ങളെ കൊണ്ട് പറ്റുമോ? മാത്രമേ സൗന്ദര്യത്തിന് മാർക്ക് കൊടുക്കുള്ളൂ. എടുക്കാൻ പറ്റുമോ? എത്രയോ സ്ഥലത്ത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്ക വന്ന് ചോദിച്ചു, ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ആ കറുത്തതല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കില്ല. നിങ്ങൾ തീരുമാനിക്കണ്ട. അല്ല എന്റെ കുട്ടീനെ ചാരിത്രം നോക്കാൻ വന്നത് പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. മോൾ മത്സരത്തിന് പോണ്ട, ഒരു തൊഴിൽ പഠിച്ച് നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല. പരാമർശത്തിൽ RB രാമകൃഷ്ണൻ നാടായ ചാലക്കുടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഒരു കാലത്ത് ഈ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ വലിയ രീതിയിൽ അവഗണന നേരിട്ട ഒരു നടനാണ് കലാഭവൻ മണി. ആ കലാഭവൻ മണിയുടെ സഹോദരന് നേരെ ഈ സമാനമായ രീതിയിൽ ജാതിയുടെ നിറത്തിന്റെ പേരിൽ ആക്ഷേപം നേരിടുന്നത് കലാഭവൻ മണി ജീവിച്ചിരുന്ന കാലഘട്ടമല്ല. അതിനുശേഷം നമ്മളേറെ പുരോഗതി പ്രാപിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു നാട്ടിലാണ് വീണ്ടും ഈ ഒരു നിറത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം ആ ഒരു കലാകാരന്
നേരിടേണ്ടി വന്നത്. ഇപ്പോഴും യാതൊരു കുറ്റബോധവുമില്ല. ആ പറഞ്ഞ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ. അവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ സത്യഭാമയ്ക്കെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ RLV രാമകൃഷ്ണൻ? ടോം, ഈ ഒരു പരാമർശത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. RLV രാമകൃഷ്ണൻ തന്നെ ഇത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പറയുന്നു. സാംസ്കാരിക കേരളം ഒന്നടങ്കം ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ഉയരുകയാണ്. പലയിടത്തും വലിയ രീതിയിൽ അത് പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്കെല്ലാം അതിൻ്റെ ഒരു സ്വരം മാറുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ പോലും ഇപ്പോഴും ഈ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന നർത്തകി അവർ അതിൽ മുന്നോട്ട് പോവുകയാണ്. അതിലത് പല രീതിയിലുള്ളൊരു വ്യാഖ്യാനങ്ങളിലേക്ക് അവർ കടന്നിരിക്കുന്നു. അതിൽ പറഞ്ഞു പോയതിനെക്കുറിച്ച് അവർക്ക് ലെവലേശം അതിനെക്കുറിച്ചൊരു സംശയമില്ലാത്ത രീതിയിലേക്ക് മാറുന്നു. ഇത് വെളുത്തവരുടെ കലയാണെന്ന രീതിയിലേക്ക് അടക്കം വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് അവർ കടന്നു പോവുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വൈഷമ്യവുമില്ല എന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഒരു എന്താ പറയുക, അതിനൊരു ഉളുപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർ അത് പറയേണ്ട രീതിയിലേക്ക് തന്നെ അവർ പറഞ്ഞു പോവുകയും ചെയ്യുന്നു എന്ന് ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞതിൽ അവർക്ക് യാതൊരു ഖേദവുമില്ല. അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇതൊരു വെളുത്തവരുടെ നടനമെന്ന രീതിയിലേക്ക് അടക്കം പോകുന്നു. കാണുവാൻ ഭംഗിയുള്ളവർ മാത്രമാടേണ്ട കലയായി അവർ മോഹിനിയാട്ടത്തെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരുടെ നിലവാരത്തിനനുസരിച്ച് അവരുടെ സംസ്കാരത്തിനനുസരിച്ച് നിർവചിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഈ ഒരു കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് അടക്കം നീങ്ങുമ്പോൾ RLV രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം കടുത്ത അവഗണനയ്ക്ക് ഇടയിൽ നിന്നുകൊണ്ട് രൂപമെടുത്ത ഒരു കലാകാരൻ തന്നെയാണ് RLV രാമകൃഷ്ണൻ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കലാഭവൻ മണി ഇതുപോലെ അവഗണനകൾക്കിടയിൽ നിന്ന് തൻ്റെ സ്വയം പ്രതിഭ കൊണ്ട് തന്നെ നടന്നു കയറിയ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലും ആരാധകരെ ചിരപ്രതിഷ്ഠ നേടിയ ഒരു നടനായിരുന്നു കലാഭവൻ മണി. അദ്ദേഹത്തിൻ്റെ ആ ഒരു തേജസ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് വളരാതെ സ്വന്തം രീതിയിലേക്ക് തൻ്റെ ഇഷ്ടങ്ങൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് ചുവടുറപ്പിച്ച് നടന്ന നർത്തകനാണ് RLV രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും കലാഭവൻ മണിയുടെ ഒരു ഷാഡോയിലായിരുന്നില്ല രാമകൃഷ്ണൻ നിന്നിരുന്നത്. തൻ്റെ ഇടം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടന്നു പോകുന്നു. കടുത്ത അവഗണന തുടക്കകാലത്ത് നേരിട്ടു. അതിനിടയിൽ നിന്ന് അദ്ദേഹം മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും പാസ്സാകുന്നു. അതിനുശേഷം മോഹിനിയാട്ടം MAയിൽ അദ്ദേഹം 1ാം റാങ്കോടെ പാസ്സാകുന്നു RLVയിൽ നിന്ന്. ഇതിനുശേഷം ഇവർ ഈ പറയുന്ന കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ അദ്ദേഹം MPhil നേടുന്നു. കലാസഭയിൽ MPhil നേടുന്നു. പിന്നീട് അവിടെ നിന്ന് തന്നെ മോഹിനിയാട്ടത്തിൽ PhD എടുക്കുന്നു. അസിസ്റ്റന്റ് പ്രൊഫസറായുള്ള നിയമന യോഗ്യതകൾ UGC മാനദണ്ഡ പ്രകാരമുള്ള നെറ്റ് പരീക്ഷ പാസ്സാകുന്നു. ദൂരദർശനിൽ അദ്ദേഹം അത് A ഗ്രേഡ് ആർട്ടിസ്റ്റായി മാറുന്നു. അങ്ങനെ അദ്ദേഹം നടന്നു വന്ന വഴികളെല്ലാം തന്നെ കഠിനാധ്വാനത്തിൻ്റെതായിരുന്നു. പോലും അദ്ദേഹത്തിന് ഒരിളവും എവിടെ നിന്നും അദ്ദേഹം പിടിച്ചു വാങ്ങിയിട്ടില്ല. ഈ അവഗണനകൾക്കിടയിൽ നിന്ന് രൂപമെടുത്ത ഒരു കലാകാരനെയാണ് അവർ തുടർച്ചയായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നത്. ഇവർക്കിടയിൽ നിന്ന് അവഹേളനം അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് നേരിട്ടിട്ടുണ്ടെന്ന് RLV രാമകൃഷ്ണൻ തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പരാമർശങ്ങൾക്കിടയിൽ നിന്ന് ഇത് തന്നെക്കുറിച്ച് തന്നെയാണ് എന്ന് രാമകൃഷ്ണൻ വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അവരുടെ ഇൻ്റർവ്യൂവിലടക്കം പറയുന്നു, ചാലക്കുടിയിലുള്ള ഒരു മോഹിനിയാട്ട നർത്തകൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളിൽ ഏർപ്പെട്ട ഒരാൾ എന്നെല്ലാം തന്നെ അവർ പറയുന്നുണ്ടൊക്കെ. ഇതിൽ വളരെ പെട്ടെന്ന് തന്നെക്കുറിച്ച് തന്നെയുള്ളൊരു പരാമർശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് RLV രാമകൃഷ്ണനെതിരെ രംഗത്ത് വരികയും പരസ്യമായിട്ട് താൻ ഇത്തരമൊരു അധിക്ഷേപം നേരിടുകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തത്. ഇതിൻ്റെ ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ട് അവർക്ക് മുന്നിലേക്ക് എത്തിയ കലാമണ്ഡലം സത്യഭാമ വീണ്ടും തൻ്റെ അധിക്ഷേപം തുടരുന്നൊരു രീതിയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ടോം, ഇതിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. നടൻ ഹരീഷ് പേരോടി അടക്കം നർത്തകി നീന പ്രസാദ് അടക്കമുള്ളവർ തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അവരുടെ പ്രതിഷേധങ്ങൾ കുറിപ്പായി രേഖപ്പെടുത്തി. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ RLV രാമകൃഷ്ണനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ളവരെ തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത്. സാംസ്കാരിക കേരളം ഒന്നടങ്കം പ്രതിഷേധിക്കുന്നു, രാഷ്ട്രീയ കേരളം പ്രതിഷേധിക്കുന്നു. ഒരു RLV രാമകൃഷ്ണൻ എന്ന ഒരു ഒറ്റ വ്യക്തിയെ മാത്രം അധിക്ഷേപിച്ച പ്രതികരണമായി കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒരു കലാരംഗത്തേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരാൻ കഴിയില്ല. അവർ അവിടെ അവർക്കൊരു പരിഗണന ഇല്ല എന്ന് തുറന്നു പറയുകയാണ് സത്യഭാമ എന്ന ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു കലാകാരി. ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ ഈ സ്ഥാനത്ത്? അതായത് RLV രാമകൃഷ്ണന് പകരം
മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിനെതിരെയാണ് ഇത്തരം പരാമർശം ഉണ്ടായതെങ്കിൽ വലിയ കേസെടുക്കും, ശക്തമായ നടപടി ഉണ്ടാകും, വലിയ പ്രതിഷേധമുണ്ടാകും. പക്ഷെ ഇവിടെ ഒരു ഒറ്റപ്പെട്ട പ്രതിഷേധം എടുത്തു നോക്കിയാൽ അതല്ലെങ്കിൽ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ അപലപിച്ചുകൊണ്ട്, സത്യഭാമയുടെ പരാമർശത്തെ അപലപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? സത്യഭാമയ്ക്കെതിരെ ഒരു കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതല്ലേ ഡാനി? ടോം, ഇതിൽ ആ കേസ്, അതിൻ്റെ നിയമവഴികൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടേണ്ടതാണ്. കാരണം ഇതിൽ RLV രാമകൃഷ്ണൻ തന്നെ പരാതിപ്പെടും, നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ പോലും ആ അഭിമുഖത്തിൽ ഒരിടത്തും RLV രാമകൃഷ്ണനെന്നോ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് അവർ ആ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് താനും. അപ്പോൾ അതിൻ്റെ ഒരു നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് ഒരു താക്കീത് ആവശ്യമാണ്. ആ രീതിയിൽ ഒരു നിയമ നടപടികൾ എന്ന രീതിയിലെല്ലാം തന്നെ പറഞ്ഞു പോകാവുന്നതാണ്. അത്തരക്കാർക്കെതിരെ നടപടികൾ വേണ്ടതാണ്. പ്രത്യേകിച്ച് കേരളം ഇത്തരം ചാതുർവർണ്ണ സംസാരങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ തന്നെ പ്രതിരോധവും പ്രതിഷേധവും എല്ലാം തീർത്തുകൊണ്ട് തന്നെയാണ് നാം ഇന്ന് കാണുന്ന ഒരു സാംസ്കാരിക കേരളം എന്ന രീതിയിലുള്ള പദവിയിലേക്ക്, അത്തരം കൊടിയടയാളങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ശബ്ദങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ്, പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് നടന്നു നീങ്ങിയത്. അത്തരം കാലത്തിലേക്ക്, അത്തരം സംസാരങ്ങളിലേക്ക് ഒരിക്കൽ പോലും ഇനി കേരളത്തെ പിറകോട്ട് ചുവടുവെപ്പിക്കാൻ ആരും തന്നെ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ ഇത് രാമകൃഷ്ണന് ഒരു പിന്തുണ എന്ന രീതിയിൽ മാത്രമല്ല, ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരമൊരു വർണ്ണ വ്യത്യാസങ്ങളുടെ പേരിൽ ഒരിക്കലും ഒരു തിരിച്ചടികൾ ഉണ്ടാകരുത്. രാമകൃഷ്ണനും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. താനിതിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ഒരു രംഗം, ഈ ഒരു കലാരംഗം അല്ലെങ്കിൽ ഈ മോഹിനിയാട്ടം അതുപോലുള്ള കലാരൂപങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നതിന് ഒരിക്കലും തൊലിയുടെ നിറം അതൊരു അടിസ്ഥാന ഘടകമാകരുത്. ആരും അതിൻ്റെ ഒരു മാർഗനിർദ്ദേശങ്ങൾ, അതിൻ്റെ ഒരു നിബന്ധനകളിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യരുത്. എവിടേക്കും എല്ലാവർക്കും കടന്നു വരാനുള്ളൊരു സ്വീകാര്യത ഇതിന് വേണം. അതുകൊണ്ട് തന്നെയാണ് താനിത് നിയമ നടപടികളടക്കം സ്വീകരിക്കുമെന്ന രീതിയിലേക്ക് രാമകൃഷ്ണൻ ഉറച്ചു നിൽക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ കേരളം ഒന്നടങ്കം പിന്തുണ നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതുവരെയും ഈ സത്യഭാമയെ അനുകൂലിച്ചുകൊണ്ട് ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. കാരണം അത് അങ്ങനെ പിന്തുണയ്ക്കാനും കഴിയില്ല അത്തരം വർത്തമാനങ്ങളെ ഒരിക്കൽ പോലും. അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു പിന്തുണയും എല്ലാം വരുമ്പോൾ ഇതിനെതിരെ ഒരു നടപടികൾ, ഇത്തരമൊരു താക്കീത് എന്ന രീതിയിൽ തന്നെ നടപടികൾ ആവശ്യം തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരിടത്ത് കണ്ടത് കലാമണ്ഡലം എന്ന് അവർ എങ്ങനെയാണ് ഇതിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നത്? കുറഞ്ഞപക്ഷം അത്തരമൊരു അതെങ്കിലും ആ ഒരു ചേർത്തുവെപ്പെങ്കിലും പിൻവലിക്കേണ്ടതാണ് എന്നതടക്കം രീതിയിൽ ആളുകൾ പ്രതിഷേധക്കുറിപ്പായി വരുന്നു. തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഈ രീതിയിൽ വെളുത്തവന്റെ ഒരു കലാരൂപം എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാമോ എന്നതുപോലെ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്, വലിയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. ഡാനിയിലേക്ക് എത്താം. അതിനു മുൻപ് മന്ത്രി ആർ ബിന്ദുവിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. നർത്തകൻ RLV രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം പ്രതിഷേധാർഹവും അപലപനീയവുമെന്നാണ് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത്. കലാമണ്ഡലം സത്യഭാമയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജാതിവെറിയും വർണ്ണവെറിയുമാണ് പുറത്തു വന്നതെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. RLV രാമകൃഷ്ണനെതിരെ അവർ പറഞ്ഞിട്ടുള്ള പരാമർശം അത്യന്തം പ്രതിഷേധാർഹമാണ്, വളരെ അപലപനീയമാണ്. നമ്മൾ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പിന്നിടുന്ന സന്ദർഭമാണിത്. ഈ കാലത്ത് ഒരാൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ പഴകി ജീർണിച്ച ഫ്യൂഡൽ മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങൾ എത്രമാത്രം കട്ട പിടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളിത്. വെറും ജാതീയമായ വെറുപ്പിൻ്റെയും വർണ്ണവെറിയുടെയും ഒക്കെ ആവിഷ്കാരമാണ് അവരുടെ വാക്കുകളിലൂടെ വന്നിട്ടുള്ളത്. ഒരു കലാരൂപം അതിനെ സമർപ്പണ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഏതൊരാൾക്കും അവകാശപ്പെട്ടതാണ്. വീണ്ടും ഡാനി പോളിലേക്ക്. ഡാനി, നമുക്കറിയാം നമ്മുടെ ഒരു മന്ത്രിയെ ഒരു ക്ഷേത്രത്തിന് ചടങ്ങുമായി ബന്ധപ്പെട്ട് അധിക്ഷേപിച്ചത് അതല്ലെങ്കിൽ മാറ്റി നിർത്തിയത് ഈ സമീപകാലത്താണ്. അതും ജാതിയുടെ നിറത്തിന്റെ പേരിലാകാം, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു, വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പിന്നീട് ഇത്തരം സംഭവങ്ങൾ, അതായത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നവോത്ഥാന കേരളം എന്നൊക്കെ അവകാശപ്പെടുന്ന കൊട്ടിഘോഷിക്കുന്ന ഒരു നാട്ടില് ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ അവഗണനകൾ ഉണ്ടാകുന്നു, പരസ്യമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ടൊരു തെളിവാണ് സത്യഭാമയെ പോലൊരു കലാകാരിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം. ഇതൊരു പക്ഷേ അവർ ഇപ്പോൾ പരസ്യമായി പറഞ്ഞു. ഈ കലാരംഗത്ത് ഇത്തരം അവഗണനകൾ ഇപ്പോഴും നമ്മുടെ കലാകാരന്മാർ, അതല്ലെങ്കിൽ നിറത്തിന്റെയും ജാതിയുടെ പേരിൽ കലാകാരന്മാർ നേരിടുന്നു എന്നതൊരു വസ്തുത തന്നെയല്ലേ? ടോം, പലപ്പോഴും പല രംഗത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരാതികൾ ഉയരാറുണ്ട്. ഈ
ഇപ്പോഴും ഇതൊന്നും അവസാനിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെ പലയിടങ്ങളിലും ഇതുപോലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ കേരളം അതിനോടെല്ലാം തന്നെ പൊരുതി മുന്നോട്ട് വന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. ഇത്തരം ചിന്തകളെല്ലാം തന്നെ മാറ്റിമറിച്ചു എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും അതെല്ലാം അതിലൂറ്റം കൊള്ളുമ്പോഴും ഇപ്പോഴും ഇതെല്ലാം തന്നെ നടക്കുന്നു എന്നത് തന്നെയാണ് പരമാർത്ഥം. ഒരുപക്ഷെ ഈ രീതിയിൽ ഇപ്പോഴും അവർ തിരുത്താൻ തയ്യാറാകാത്തതും അത്രമേൽ രൂഢമൂലമായ അവരുടെ ചിന്തകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് ഇപ്പോഴും തിരുത്താൻ കഴിയാതിരിക്കുന്നതും അതിൽ നിന്ന് ഒരു പിന്നാക്കം പോകാതിരിക്കുന്നതും അതുകൊണ്ടാണ്. ഇതിൽ ആഴത്തിലേക്ക് ചിലരുടെയെങ്കിലും മനസ്സിൽ ഇപ്പോഴും അത് വേറിട്ട് പോകാതെ കുടികൊള്ളുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഇത്തരം ചിന്തകളെല്ലാം തന്നെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക കേരളം മുന്നോട്ട് പോയത്. എങ്കിലും തിരുത്തപ്പെടാൻ ചിലയിടങ്ങൾ ഇപ്പോഴും തന്നെ ബാക്കിയുണ്ട് എന്ന എല്ലാവരെയും തന്നെ സമൂഹത്തെ തന്നെ പൊതു ചിന്തയിലേക്ക് തന്നെ എത്തിക്കാൻ ഇവരുടെ പ്രസ്താവനകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. രാമകൃഷ്ണൻ തുടക്കത്തിൽ നേരിട്ടതും വലിയ രീതിയിലുള്ള അവഗണനകൾ, നിറത്തിൻ്റെ പേരിൽ തന്നെ അവഗണനകൾ നേരിട്ടിട്ടുണ്ട്. ദളിതനായതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അവഗണനകൾ നേരിട്ടിട്ടുണ്ട്. പലപ്പോഴും ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ചിന്തകൾ, ജാതി മത ചിന്തകൾ, ഇത്തരം നിറവ്യത്യാസങ്ങൾ ഇതെല്ലാം തന്നെയും ചിലരെയെങ്കിലും ചിലപ്പോഴെങ്കിലും സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതിനർത്ഥം ഇപ്പോഴും ഇതൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല എന്നത് തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിലും വലിയ രീതിയിലേക്ക് ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നതാണ്. മനുഷ്യൻ ടൂറിസ്റ്റായി ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ആ ഒരു കാലത്ത് പോലും ഇപ്പോഴും ഇവിടെ ഈ ഒരു ചിന്തകൾക്ക് അതിനൊരിടമുണ്ട്. ഇങ്ങനെയും ചിലരുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ആരാണ് ഇവരെ തിരുത്താൻ? ആർക്ക് ഇങ്ങനെയുള്ളവരെ തിരുത്താൻ കഴിയും? ഇതെങ്ങനെ അവസാനിപ്പിക്കും? ഇത് നടപടിയെടുത്തുകൊണ്ട് തീർക്കുവാൻ കഴിയുന്ന കാര്യമാണോ? കാരണം ഇത് ചിലരുടെ മനസ്സിൽ ആഴത്തിൽ ആണ്ടുപോയ കാര്യങ്ങളാണ്. അത് ഡാനി സൂചിപ്പിച്ചതുപോലെ ഇവരെ പോലുള്ള കലാകാരികളെ ആര് തിരുത്തും? കാരണം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ധിക്കാരപരമായിട്ടാണ് സത്യഭാമ പ്രതികരിച്ചത്. യാതൊരു കുറ്റബോധവുമില്ലെന്ന് പറയുന്നു. പക്ഷേ ഒന്നില്ലെങ്കിൽ സത്യഭാമ ഈ വിവാദ പരാമർശം തിരുത്തണം. കാരണം ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു സമൂഹത്തെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടിയാണ് സത്യഭാമയ്ക്കെതിരെ സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ടിപ്പർ ലോറികളുടെ കൊലവിളിയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഒരു യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. അതിന് പിന്നാലെ അമിത വേഗതയിൽ ടിപ്പർ ലോറി പാഞ്ഞു വന്നിടിച്ച് ഒരു യുവാവിന്, ഒരു സ്കൂട്ടർ യാത്രികന് മരണം സംഭവിച്ചിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോഴും ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല. നഷ്ടപരിഹാരം സംബന്ധിച്ച്, ഈ അപകടത്തിൽ മരിച്ചവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ചും തീരുമാനമുണ്ടാകത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോഡുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഇത് സംബന്ധിച്ച് സർവകക്ഷി യോഗം അലസി പിരിഞ്ഞിരിക്കുന്നു. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക മാർഗരേഖ തയ്യാറാക്കി ജില്ലാ ഭരണകൂടം ഉടൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, നമുക്കറിയാം ഏറെ വേദനിപ്പിച്ച രണ്ട് വാർത്തകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് നിന്നുണ്ടായത്. ഈ ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ 2 പേരുടെ, ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേരുടെ ജീവനാണ് എടുത്തത്. ഇവിടെ ഈ ടിപ്പർ ലോറികൾക്കെതിരെ നിയമവിരുദ്ധമായി, അതായത് ഗതാഗത നിയമം ലംഘിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്ന, പൊതുനിരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ടിപ്പർ ലോറികൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിനപ്പുറം ഇതുവരെയും ഈ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിക്ക് ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ പോലും യാതൊരു തീരുമാനവുമായിട്ടില്ല. എന്താണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായത് ഡാൻ? സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെയും ടിപ്പർ ലോറികൾ ഇടിച്ചുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആ ഭാഗത്ത് നിന്ന് രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയിൽ പൊതുനിരത്തുകളിൽ ഗതാഗതം തടസ്സം ഉണ്ടാക്കുന്ന തരത്തിലോ അമിതഭാരം കയറ്റിയോ ഒന്നും ടിപ്പർ ലോറികൾ ഓടിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള നിർദ്ദേശം വന്നത്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സമാനമായ സാഹചര്യമാണ് പനവളയിൽ ഇന്നലെ വൈകിട്ടും ഉണ്ടായത്. എന്തായാലും 26 വയസ്സുകാരനായ അനന്തുവിനാണ് വിഴിഞ്ഞം മുക്കോലയിൽ വെച്ച് ടിപ്പർ ലോറിയിൽ നിന്ന്, ടോറസ് ലോറിയിൽ നിന്ന്
കരിങ്കല്ല് ദേഹത്തേക്ക് വീണ് അപകടമുണ്ടായത്. അതിൽ മണിക്കൂറുകൾക്കകം തന്നെ അനന്തുവിൻ്റെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ അനന്തുവിൻ്റെ സംസ്കാരം കഴിഞ്ഞതിന് പിന്നാലെയാണ് അവിടെ നിലനിന്നിരുന്ന സംഘർഷ സാധ്യതയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചത്. എന്തായാലും സർവകക്ഷി യോഗം രാവിലെ ചേർന്നുവെങ്കിലും ഈ നഷ്ടപരിഹാര തുകയായി 1 കോടി രൂപ കുടുംബത്തിന് നൽകാൻ തയ്യാറാകണമെന്ന് എം വിൻസെൻ്റ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പക്ഷേ അക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർവകക്ഷി യോഗത്തിന് കഴിഞ്ഞില്ല. ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് അദാനി ഗ്രൂപ്പും സർക്കാരും ചേർന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്ന് മാത്രമാണ്. പക്ഷേ അദാനി ഗ്രൂപ്പ് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തോ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശത്ത് വെച്ചല്ല അപകടം സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിന് നേരിട്ട് ഈ കരാറുകാരുമായി അല്ലെങ്കിൽ ഈ ലോറി ഉടമകളുമായി ബന്ധമില്ല. അത് ഉപകരാർ നൽകിയിരിക്കുന്ന കമ്പനിയുടെ വാഹനമാണ് അത്തരത്തിൽ അപകടത്തിന് വഴിവെച്ചത്. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ തന്നെയായിരിക്കും ഇതിൽ ഇനി നിർണായകമാകുക. അതോടൊപ്പം ഈ നാട്ടുകാരടക്കം പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഇതിനു മുമ്പും സമാനമായ തരത്തിൽ അമിത ഭാരം കയറ്റി അമിത വേഗത്തിൽ ടിപ്പർ ലോറികൾ വിഴിഞ്ഞത്തുകൂടി ഈ തുറമുഖത്തിലേക്ക് ചീറിപ്പായുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നടപടിയെടുക്കാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നത തലത്തിൽ നിന്ന് സ്വാധീനം മൂലം നടപടിയിലേക്ക് കടക്കാൻ കഴിയാത്ത പശ്ചാത്തലമാണ് ഉള്ളത് എന്നാണ് രഹസ്യമായി ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാർഗരേഖ തയ്യാറാക്കാൻ, ഇവിടേക്ക് എത്തുന്ന ലോറികളും മറ്റ് വാഹനങ്ങളും പോകേണ്ട ക്രമം അനുസരിച്ചൊരു മാർഗരേഖ തയ്യാറാക്കാൻ യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. 2 ദിവസത്തിനകം ഈ മാർഗരേഖ തയ്യാറാക്കാനാണ് നിർദ്ദേശം. അതോടൊപ്പം 3 വകുപ്പുകളുടെ, മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധന ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് ഈ ലോഡുമായി പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകണമെന്ന കാര്യത്തിൽ പരിശോധന നടത്തും. അതോടൊപ്പം ഡ്രൈവർമാർക്ക് പരിശീലനം നൽകും. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് യോഗത്തിൽ പ്രധാനമായി ചർച്ചയായത്. എന്തായാലും കോൺഗ്രസ് ഈ യോഗം ബഹിഷ്കരിച്ചു. പ്രധാനമായി പറയുന്ന കാര്യം, നഷ്ടപരിഹാര തുക കൈമാറുന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിലേക്ക് എത്താൻ സർക്കാർ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ യോഗവുമായി സഹകരിച്ചു പോകാൻ തയ്യാറല്ലെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യോഗം ബഹിഷ്കരിച്ചത്. പ്രതിഷേധത്തിനുള്ള കാരണം, ഒരു നിമിഷം ഡാനിലേക്ക് തിരികെ എത്താം. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് നഷ്ടപരിഹാരം സംബന്ധിച്ച്. ഇതുവരെയും ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്, മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ തീരുമാനമായിട്ടില്ല. അതോടൊപ്പം ഈ വാഹനങ്ങൾ, ലോഡ് കയറ്റിയുള്ള വാഹനങ്ങൾ, ടിപ്പർ ലോറികൾ എത്തുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ വേണമെന്ന ആവശ്യം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഈ 2 വിഷയങ്ങളിലും തീരുമാനമാകുന്നതുവരെയും സമരം തുടരുമെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കിയത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇന്നത്തെ ആൾ പാർട്ടി മീറ്റിംഗിന് വികാരം ഗവൺമെന്റ് അറിയിക്കുന്നത് അല്ല, നഷ്ടപരിഹാരം അദാനി ഇത്ര കൊടുക്കുമെന്നോ ആ കുടുംബത്തിന് ജോലി കൊടുക്കുമെന്ന് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഈ യോഗത്തിൽ ഉണ്ടായിട്ടില്ല. എന്താണ് തീരുമാനം വരുന്നതുവരെ ഈ ലോറിയുമായി അദാനി പൊള്ളിക്കൊണ്ടു ഞങ്ങൾ ഇന്റർനാഷണൽ സംഭവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഔട്ട്കം വേണമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇതിന്റെ തീരുമാനം വേണമെന്ന് ഞങ്ങൾ പിന്നീട് അറിയിക്കാം എന്നതല്ലാതെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് അദാനിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഈ വിഷയത്തിൽ ഗവൺമെന്റ് അദാനിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. സാധാരണ കുടുംബത്തിന് ഒരു നീതി ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഒരു കോടിയിൽ കുറയാത്ത രൂപ ആ കുടുംബത്തിന് കൊടുക്കണം. സർക്കാർ ജോലി വീണ്ടും ഡാൻ, വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധമായിരുന്നു വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇപ്പോഴും സമരം തുടരുകയാണോ? ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച് മാത്രമാണോ ഇവരുടെ പ്രതിഷേധം? അതോ ഈ ലോറികളുടെ, ടിപ്പർ ലോറികളുടെ മാനദണ്ഡങ്ങൾ, ഈ ലോഡ് കയറ്റി വരുന്ന ടിപ്പർ ലോറികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ മാനദണ്ഡം വേണമെന്ന ആവശ്യം കൂടി അവർ ഉയർത്തുന്നില്ലേ? സ്വാഭാവികമായും അതുതന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജാഗ്രതയോടെ അടിയന്തരമായ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്
കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നതുവരെ വിഴിഞ്ഞം തുറമുഖ കവാടത്തിലേക്ക് ലോഡുമായി പോകുന്ന വാഹനങ്ങൾ കടത്തിവിടത്തില്ല എന്ന തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് നാട്ടുകാർ എത്തുന്നത് നമുക്കറിയാം. ഏറെ വിവാദമായതാണ് വിഴിഞ്ഞത്ത് ആദ്യഘട്ടത്തിലേക്ക് നടന്ന സമരം. ആ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള പോലീസിന്റെ സുരക്ഷയും മറ്റും നിലവിൽ തുറമുഖ കവാടത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുണ്ട്. അതിന് ഇത്തരത്തിൽ ഒരു അപകടം, ദാരുണമായി ഒരു യുവാവിൻ്റെ മരണം സംഭവിക്കുന്ന തരത്തിലേക്ക്, ഒരു ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഈ ടിപ്പർ അപകടം വഴിവെച്ചത്. എന്തായാലും ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അടിയന്തരമായ നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം മറുവശത്ത് നിന്ന് ഉയരുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന ഉറപ്പനുസരിച്ച് 2 ദിവസത്തിനകം മാർഗരേഖ തയ്യാറാക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഇവിടേക്ക് എത്തുന്ന തുറമുഖ കവാടത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾ എങ്ങനെയായിരിക്കണം പോകേണ്ടത്, അതിൽ ഭാരം എത്രയാവണം, വേഗത എത്രയാകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായൊരു ധാരണയുണ്ടാകും. അതിനുശേഷം ഈ ഡ്രൈവർമാർക്ക് ഇവിടേക്ക് തുടർച്ചയായി കരാറെടുത്തെത്തുന്ന ലോറിയിലെ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധം ശമിപ്പിക്കാൻ ഈ 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിൽ രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം നാട്ടുകാരുമൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറായാൽ മാത്രമേ നിലവിലുണ്ടായിരിക്കുന്ന ഈ സംഘർഷ സാഹചര്യത്തിന്, ഈ പ്രതിഷേധത്തിന് അയവ് വരുത്താൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ തന്നെ ഈ സർവകക്ഷി യോഗത്തിൽ ഉയർന്ന പൊതുവികാരം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതും ആയിരിക്കും. ടോം, ഡാൻ, സ്വാഭാവികമായും അദാനി ഗ്രൂപ്പ് ഈ വിഷയത്തിൽ അവർ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ആ ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പക്ഷെ സർക്കാരിന് ഇതിനകത്തൊരു ബാധ്യതയില്ലേ? കാരണം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ വീഴ്ച കൂടിയല്ലേ ഈ ഒരു യുവാവിന്റെ, വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണമായത്? സ്വാഭാവികമായും സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ നഷ്ടപരിഹാരം കൊടുക്കാൻ? സ്വാഭാവികമായി അത്തരമൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രായോഗികമായ നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഒരു നടപടികൾ പൂർത്തിയാക്കാനുള്ള കാലതാമസം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നേരിട്ടേക്കാം. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയും GR അനിൽ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സർക്കാരിൻ്റെ പ്രതിനിധികളായി കുടുംബത്തിലെത്തി കുടുംബാംഗങ്ങളുമായി നേരിൽ സംസാരിക്കുകയും സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണ കുടുംബത്തിന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇന്നലത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങളെ ഉണ്ടായിരുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും ചർച്ച നടത്താൻ മന്ത്രിമാർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിയും. ഈ പ്രതിഷേധം വീണ്ടും കനക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തിൽ ഈ ലോറികൾ തുറമുഖ കവാടത്തിലേക്ക് നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി കടത്തിവിടാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി സർക്കാർ വീണ്ടും സമ്മർദ്ദത്തിലാകും. അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കുക എന്ന വെല്ലുവിളിയാണ് സർക്കാരിന് മുമ്പിലുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി തന്നെ ഈ സർവകക്ഷി യോഗം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്ന് വിളിച്ചു ചേർത്തത്. പക്ഷേ അവിടെ കൃത്യമായ ഒരു തീരുമാനം നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ എടുക്കാൻ സർവകക്ഷി യോഗത്തിന് കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് തരത്തിലായിരിക്കും ജില്ലാ കളക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അദാനി ഗ്രൂപ്പുമായി സർക്കാരിന്റെ പ്രതിനിധികൾ നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യം ചർച്ച ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള സഹായം അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാർ തലത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്നും പാറക്കഷ്ണം വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയരുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം, കൃത്യമായി 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വിഷയത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധം തുടരുമെന്ന് അവർ അറിയിക്കുന്നു. മാത്രമല്ല, ഇതോടൊപ്പം ഈ ടിപ്പർ ലോറികളുടെ കാര്യത്തിൽ, ലോഡ് കയറ്റി വരുന്ന ടിപ്പർ ലോറികളുടെ കാര്യത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. നെന്മാറ വല്ലങ്കി വേല വെടിക്കെട്ടിന് അനുമതിയില്ല. വെടിക്കെട്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ദേശങ്ങൾ നൽകിയ അപേക്ഷ പാലക്കാട് ജില്ലാ ഭരണകൂടം നിരസിച്ചു. ഹൈക്കോടതിയെ സമീപിക്കാനാണ് നെന്മാറ ദേശവേല കമ്മിറ്റികളുടെ തീരുമാനം. ഏപ്രിൽ 2-നാണ് നെന്മാറ വല്ലങ്കി വേല. വിനേഷ് കുമാർ ചേരുന്നു പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. വിനേഷ്, നെന്മാറ വല്ലങ്കി വേല വെടിക്കെട്ട് അത് വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ളതാണ്, കാലാകാലങ്ങളായി നടക്കുന്നതാണ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഇതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്?
ടോം, സാധാരണ ഇത്തരത്തിൽ വെടിക്കെട്ടിനുള്ള അനുമതി 2 മാസം മുമ്പെങ്കിലും അപേക്ഷ നൽകേണ്ടതുണ്ട്. കാരണം ഇതിന്റെ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ കൃത്യമായ ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി അതിന് പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ 2 മാസത്തെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെ അത് വൈകിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ജില്ലാ ഭരണകൂടത്തിന് എത്താൻ കഴിയും. അങ്ങനെയൊരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നെന്മാറ വല്ലങ്കി വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെടിക്കെട്ടിനുള്ള അനുമതിയുടെ അപേക്ഷ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലാ കലക്ടർക്ക് ലഭിക്കുന്നത്, ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കുന്നത്. ഇതനുസരിച്ച് ഇത് സാധാരണ പോലെ തന്നെ 2 മാസം മുമ്പ് കൊടുക്കാൻ തയ്യാറായില്ല, അതുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഏപ്രിൽ 1, 2, 3 തീയതികളിലാണ് നെന്മാറ വല്ലങ്കി വേലയുള്ളത്. അതിൽ ഏപ്രിൽ 1 സാമ്പിൾ വെടിക്കെട്ടാണ് നടത്തുക, 2 പ്രധാന വെടിക്കെട്ട്, 2 രാത്രിയിലാണ് പ്രധാന വെടിക്കെട്ട്, 3 തീയതിയാണ് പുലർച്ചെ ആണ് അടുത്ത വെടിക്കെട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ 2 മാസം മുമ്പ് തന്നെ ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളും അതിന്റെ പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കാൻ ദുരന്ത നിവാരണ വകുപ്പിന് കഴിയും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള ഇതിന്റെ കൃത്യമായി തന്നെ ഈ 2 മാസം മുമ്പെങ്കിലും അപേക്ഷ കൊടുത്താൽ മാത്രമേ ഇത് പരിശോധിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിൽ അനുമതി നൽകാൻ കഴിയില്ല. ഈ ദേശ കമ്മിറ്റികൾക്ക്, അതായത് നെന്മാറ വല്ലങ്കി ദേശ കമ്മിറ്റികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം എന്നാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതനുസരിച്ച് ഈ കമ്മിറ്റികൾ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് വിനേഷ്, ഈ ദേശ കമ്മിറ്റികളുടെ ഒരു വീഴ്ചയാണോ ഈ അനുമതി നിഷേധിക്കാനുള്ള കാരണമായത്? വിനേഷ് സൂചിപ്പിച്ചതുപോലെ 2 മാസം മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതായിരുന്നു, പക്ഷെ അവർ ഈ അപേക്ഷ സമർപ്പിക്കാൻ വൈകിയതാണ് ഇതിന് ഈ അനുമതി നിഷേധിക്കാനുള്ള കാരണമായി, അല്ലെങ്കിൽ ഒരു വാദമായി പാലക്കാട് ജില്ലാ ഭരണകൂടം ഉന്നയിക്കുന്നത്. ഇനി ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അതിനുള്ള അനുമതി ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും ഈ സമീപകാലത്താണ് തൃപ്പൂണിത്തുറയിൽ വെടിക്കെട്ട് അപകടമുണ്ടായത്. ഇത്തരം വെടിക്കെട്ട് അപകടങ്ങളെല്ലാം പശ്ചാത്തലത്തിൽ ഹൈക്കോടതി മരട് വെടിക്കെട്ടിന് വരെയും അനുമതി നിഷേധിച്ചതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു സാധ്യതയുണ്ടോ? ഹൈക്കോടതിയെ സമീപിച്ചാൽ ഈ വെടിക്കെട്ട് അനുമതി ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ വിനേഷ്? ടോം, ADM ആണ് ഇത് സംബന്ധിച്ച് അനുമതി നിഷേധിച്ചത്. അനുമതി നിഷേധിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അതിൽ പറയുന്ന 2 കാര്യങ്ങൾ, അതായത് റിസ്ക് അസൈൻമെന്റ് പ്ലാൻ എന്നും ഓൺ സൈറ്റ് എമർജൻസി പ്ലാൻ എന്നിവ പ്രകാരമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ് ADM പറയുന്നത്. ആ മുന്നൊരുക്കം നടത്താനുള്ള സമയം ഈ 2 മാസം വേണം. അതിൽ കൊണ്ട് തന്നെ ഈ 2 മാസത്തേക്ക് ഇനിയില്ല, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് വേല നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വേല കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ജില്ലാ ഭരണകൂടം നിലവിൽ ഇത്തരത്തിലൊരു അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു കീഴ്വഴക്കമായി മാറും. നിലവിലെ നിയമം ഇത് അനുശാസിക്കുന്നില്ല എന്നും ADM പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ വേല കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വീഴ്ചയുണ്ടായിട്ടുള്ളത്. കാരണം 2 മാസം മുമ്പ് അപേക്ഷ നൽകേണ്ടത് അവർ ഇതുവരെയും അപേക്ഷ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഈ രീതിയിലേക്ക് മാറിയതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മാത്രമല്ല, ഈ പാലക്കാട് ജില്ലയിലെ തന്നെ 2 മറ്റ് ക്ഷേത്രങ്ങൾക്കും ഇതുപോലെ തന്നെ വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അവർക്കും ഹൈക്കോടതിയിൽ പോകാം എന്നാണ് ADM പറയുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ശക്തമായൊരു നടപടിയുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇനി ഹൈക്കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വൈകിക്കഴിഞ്ഞാലും ഹൈക്കോടതി അനുമതി നൽകാറുണ്ടായിരുന്നു. അനുമതി നൽകുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്ന് ഈ ജില്ലാ ഭരണകൂടങ്ങളെ ഹൈക്കോടതി പറയാറുണ്ട്. അതനുസരിച്ച് പിന്നീട് അനുമതി ലഭിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ നെന്മാറ വല്ലങ്കി വേലയ്ക്ക് പോലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് തന്നെയാണ് നിർണായകമാവുക. ടോം. വിനേഷ്, ഒരുപക്ഷെ ഹൈക്കോടതി ഇപ്പോഴത്തെ പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇത്തരം വെടിക്കെട്ടുകൾക്ക് ഇപ്പോൾ അനുമതി നൽകുന്നില്ല. പ്രത്യേകിച്ചും എറണാകുളത്ത് വളരെ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള അനുമതി നിഷേധിക്കുന്നത്. പക്ഷേ ഈ നെന്മാറ വല്ലങ്കി വേല കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന വെടിക്കെട്ടാണ്, ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. ഇനി ഒരു പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴും അവർക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വലിയൊരു പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടാകുമോ?
തീർച്ചയായും പ്രതിഷേധത്തിന് സാധ്യതയുണ്ടാവും. കാരണം ഇത്തരത്തിലുള്ള ഈ വേല കമ്മിറ്റികളും അതിന്റെ പരിസരത്തുള്ള അതിന്റെ വിശ്വാസികളും നാട്ടുകാരുമായ വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് സാധാരണയായിട്ട് ഈ വേല സംഘടിപ്പിക്കുന്നതും അത് നടത്തുന്നതും അതിൽ പങ്കാളികളാവുന്നതും എല്ലാം. സ്വാഭാവികമായും നമുക്കറിയാം ഇതിനൊരു അനുമതി നിഷേധിച്ചാൽ ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കൂടി ഇങ്ങനൊരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ അത് സർക്കാരിന് എതിരെ ഉൾപ്പെടെ വരാനുള്ളൊരു സാധ്യത കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ ഈ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഈ വേല നടത്തുന്ന നെന്മാറ വല്ലങ്ങി ദേശ കമ്മിറ്റികളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഏപ്രിൽ 1, 2, 3 തീയതികളിൽ വെടിക്കെട്ട് നടക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു ഫെബ്രുവരിയിലെങ്കിലും അല്ലെങ്കിൽ ജനുവരി അവസാനമെങ്കിലും ഇത്തരത്തിൽ 2 മാസം മുമ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു കാലയളവിൽ അനുമതിക്ക് വേണ്ടി ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മിക്ക ക്ഷേത്ര കമ്മിറ്റികളും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സാധാരണ 2 മാസം എന്നുള്ളത് കൃത്യമായി പാലിക്കുന്ന ക്ഷേത്ര കമ്മിറ്റികൾ നിരവധിയുണ്ട്. പക്ഷേ ഇത് പാലിക്കാതെ പോകുന്നവരുമുണ്ട്. കാരണം ഇതിന് അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ഒന്നുമല്ല ഈ ക്ഷേത്ര കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഇതിൽ ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ടോ വൈകി. ആ കാര്യം എന്തായാലും നമ്മൾ ഈ കമ്മിറ്റി അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവരത് സാധാരണ അത്ര വലിയ വിഷയമില്ല, ഇത് ഹൈക്കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇത് കോടതിയുടെ പരിഗണനയിൽ ഉള്ളതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നും നെന്മാറ വല്ലങ്കി ദേശ കമ്മിറ്റിക്കാർ പറയുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ ഇതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിന് ഇതുപോലെ തന്നെ വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഈ അപേക്ഷ കൊടുക്കുന്നത് വൈകിയത് കൊണ്ടാണ്. ഇത്തരത്തിൽ അപേക്ഷ കൊടുക്കുന്നത് വൈകിക്കഴിഞ്ഞാൽ പിന്നെ ജില്ലാ ഭരണകൂടം ഏതെങ്കിലും തരത്തിൽ ഇതിന് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വിവാദമാവും. മറ്റാരെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിനെതിരെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനെതിരെയും വലിയ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായൊരു നിയമം പാലിക്കുക മാത്രമാണ് ADMന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയാണ്. കാരണം ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ആചാരങ്ങൾ, ഉത്സവങ്ങൾ ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഏറെക്കുറെ സർക്കാരിൽ നിന്നേക്കാൾ കൂടുതൽ കോടതിയാണ് പലപ്പോഴും ഇടപെടാറുള്ളതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. കാരണം നമുക്കറിയാം ഈ വെടിക്കെട്ടിന്റെ ഒരു പശ്ചാത്തലത്തിൽ വെടിക്കെട്ടിൽ നിരവധി വിഷയങ്ങൾ, അതായത് നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് തന്നെ ഇത് വ്യക്തമാണ്. സ്പോട്ട് ലൈവിന് പോകുന്നത് കാസർകോട്ടേക്കാണ്. കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്ന് നിരോധിച്ച 2000 രൂപ നോട്ടുകളുടെ 1.5 കോടിയോളം രൂപ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബേക്കൽ പരിയങ്കാനത്തെ താമസക്കാരനാണ് മുഖ്യ സൂത്രധാരനെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പിടിച്ചെടുത്ത നോട്ടുകളിൽ നിരോധിച്ച 2000ന്റെ നോട്ടുകളോടൊപ്പം കള്ള നോട്ടുകളും ഉൾപ്പെടുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ഇത് ഈ ബേക്കലിൽ താമസക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇത് വലിയ ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ടായിരിക്കുമോ? ടോമെ, തീർച്ചയായും വലിയൊരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോഴും ഈ 2000 രൂപയുടെ നോട്ട് നിരോധിച്ചിട്ടും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇടപാട് നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് പോലീസ് പറയുന്ന ഒരു ഏറ്റവും വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല ഇതിൽ കേരളത്തിന് പുറമെ കർണാടക, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. എന്തായാലും ഇതുവരെ ഇതിൽ മുഖ്യ സൂത്രധാരനെ പോലീസിന് പിടികൂടാനായിട്ടില്ല. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഈ 1.5 കോടിയോളം രൂപ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു അടച്ചിട്ട വാടക വീട്ടിൽ നിന്നും കണ്ടെത്തുന്നത്. പക്ഷേ ഇതുവരെ ഈ രൂപ ഇതുവരെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതുവരെ ഇപ്പോഴും പോലീസ് ഇത് സംബന്ധിച്ച് എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഒരു ടീം ഈ സംഭവത്തിന്റെ മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണവുമായി ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 1.5 കോടിയോളം രൂപയുടെ, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 2000 രൂപയുടെ നിരോധിച്ച നോട്ടുണ്ട്. അതുകൂടാതെ കള്ളനോട്ടുമുണ്ട്. എന്തായാലും മലപ്പുറം കേന്ദ്രീകരിച്ച് മലപ്പുറത്തുള്ള ഒരു ബാങ്ക് മാനേജറും ഇവരുമായി ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 300ഓളം തവണ ഇവർ ഫോൺ കോൾ ഇവരുമായി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിരവധി തവണ ഇയാൾ ഈ കാസർകോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെയും കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ വീടിന്റെ ഉടമസ്ഥൻ മാത്രമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. മറ്റ് ആരെയും തന്നെ പോലീസ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അന്വേഷണം കർണാടകയിലേക്കും ഒപ്പം മഹാരാഷ്ട്രയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. കേട്ടോ ബൈജു സൂചിപ്പിച്ചതനുസരിച്ച് ഇത് കള്ളനോട്ട് സംഘവും ഈ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഒരു മാഫിയയും തമ്മിലുള്ള ഒരു ബന്ധം കൂടി പരിശോധിക്കേണ്ടതല്ലേ ഈ വിഷയത്തിലെ?
തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പോലീസിന് പുറമെ രഹസ്യാന്വേഷണ വിഭാഗവും കൃത്യമായി ഇതിന് അന്വേഷണം നടക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ 2000 രൂപ നോട്ടുകൾ ഉപയോഗിച്ച് ഇടപാട് നടക്കുന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചത്. മാത്രമല്ല ഇതിൽ മുഖ്യ സൂത്രധാരൻ ഒരു 4500 മുകളിൽ ഉള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ആഡംബര വീട് പണിയുന്നുണ്ട്. അത് ഇത്തരത്തിൽ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇന്റലിജൻസ് വിഭാഗം പരിശോധന നടത്തുന്നതും പിന്നീട് ഇവർ ഈ സംഘം പിടിയിലാകുന്നു, ഈ പണം പിടിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു ഈ 7.5 കോടിയോളം രൂപ ഇത്തരത്തിൽ ഒരു വാടക വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ സ്ഥിരമായി മഹാരാഷ്ട്രയിൽ നിന്നുൾപ്പെടെ ഹിന്ദി സംസാരിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ടെന്നാണ് അയൽവാസികൾ പറഞ്ഞത്. എന്തായാലും ഈ പണം മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ മുഖ്യ സൂത്രധാരനായ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൗവലിലെ ഇദ്ദേഹത്തെ ഈ പ്രതിയെ പിടികൂടിയാൽ മാത്രമേ പോലീസിനെ ഇത് സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഇതിൽ നിന്നും ലഭിക്കുകയും ഇത് സംബന്ധിച്ച് കൂടുതൽ ബൈജുവാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ ഈ കള്ളനോട്ട് കേസിലെ മുഖ്യ സൂത്രധാരനെ പിടികൂടിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട സംഘത്തിലെ മറ്റു കണ്ണികളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 7 മാസം ഗർഭിണിയായ യുവതിക്കും ഭർത്താവിനും വെട്ടേറ്റു. കുടിവെള്ളം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. വണ്ടിപ്പെരിയാർ സ്വദേശിനി കവിത, ഭർത്താവ് ചിന്നപ്പൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. രാവിലെ എൻ്റെ ഭാര്യയൊക്കെ വോയിസിനൊക്കെ വെള്ളെടുക്കാൻ പോയില്ല പൈപ്പിൽ പോയപ്പോൾ അവന് ഒരു തെരിയ അവിടെ ഇങ്ങനെ വെള്ളെടുക്കുന്ന അങ്ങനെ തെരുവ് പറഞ്ഞിട്ട് നിന്റെ വയറ്റിൽ ഒരു കൊച്ചുണ്ട് ഇല്ലെങ്കിൽ നിന്നെ തീർത്ത് കളയും അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു. ഇങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കും, ഞാൻ ഒന്നുകൂടെ ചോദിച്ചേക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവൻ വലിയ വീട്ടിൽ നിന്ന് പുറത്താൻ നിന്നായിരുന്നു. എന്നിട്ട് പോയി ചോദിച്ചു എന്നാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ചേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ പറയത്തില്ല അവൻ പറയുമ്പോൾ അവനെ തല്ലി. അപ്പം ഞാൻ 2 അടിയൊക്കെ അടിച്ച് കളയുമ്പോൾ അടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവൻ പെട്ടെന്ന് അകത്ത് പോയി വാക്കത്തിരി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഭാര്യ ഇങ്ങനെ വെട്ടിയതാ, ഓങ്ങി വെട്ടിയതാ. വെട്ടിപ്പോൾ ഞാൻ തടുത്ത് കൊണ്ട് ഈ വെട്ട് മൊത്തം ഇല്ലെങ്കിൽ ഭാര്യ നീ തീർത്ത് കളയാമെന്ന് വെട്ടിയ തലക്കേറ്റിയ വെട്ടിയതാ. തടുത്തില്ലെങ്കിൽ വീട് മൊത്തം അവിടെ ചോരയാ. പിന്നെ എന്നാ ചെയ്യാൻ അവിടെ പോലത്തെ വട്ടനൊക്കെ എസ്റ്റേറ്റിൽ വെച്ചിട്ട് എന്നാ ചെയ്യാൻ പല പ്രാവശ്യം പോലീസ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും ഇത് എടുക്കുന്നില്ല. എന്നാ ചെയ്യണം? ഇപ്പൊ നാട്ടുകാരൊക്കെ നാട്ടുകാരെ ഏതെങ്കിലും ചെയ്യും, ഇല്ലെങ്കിൽ പോലീസ് ഏതെങ്കിലും ചെയ്യും. ഞാൻ ഇതും ചെയ്ത് കളയും. വണ്ടിപ്പെരിയാറിൽ നിന്ന് സ്റ്റാലിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സ്റ്റാലിൻ, പെട്ടെന്നുള്ളൊരു പ്രകോപനമാണ് ഈ ഗർഭിണിക്കും ഭർത്താവിനും വെട്ടേറ്റാനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ആരാണ് ആക്രമിച്ചത്? ഒരാളാണോ അതോ ഒരു സംഘം ചേർന്നുള്ള ആക്രമണമായിരുന്നോ? ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ സ്റ്റാലിൻ? ടോം, ആക്രമണത്തിൽ ഒരാളെ മാത്രമാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈ ആക്രമണത്തിന് ഇരയായവരും ഒരാളെ കുറിച്ച് മാത്രമാണ് നമ്മളോട് പറയുന്നത്. എന്തായാലും രാവിലെ 10 മണിയോട് കൂടിയ സമയത്തായിരുന്നു സംഭവം. വണ്ടിപ്പെരിയാറ് അരണക്കൽ എന്ന് പറയുന്ന എസ്റ്റേറ്റ് പ്രദേശമാണ് സംഭവം നടന്നത്. അരണക്കൽ എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന കവിത 7 മാസത്തോളം ഗർഭിണിയാണ്. ഇവര് ലയത്തിന് സമീപത്തെ പൈപ്പിൽ നിന്നും വെള്ളമെടുക്കാനായിട്ട് ചെന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ഗുരിച്ചാർലി എന്ന് പറയുന്ന സമീപവാസിയും ലയത്തിൽ താമസിക്കുന്ന ആളുമായിട്ടുള്ള ഒരാളാണ്. അയാള് ഇങ്ങനെ ഇവരോട് മോശമായി പെരുമാറുകയും അതുപോലെ തന്നെ ചീത്ത പറയുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്തു. ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ ഭർത്താവിനോട് ചെന്ന് പറയുകയും കവിതയുടെ ഭർത്താവ് ചിന്നപ്പൻ വീണ്ടും ഇതിനെ സംബന്ധിച്ച് ചോദിക്കാൻ ചെന്ന സമയത്താണ് ഈ തർക്കം ഉണ്ടായതും തർക്കം രൂക്ഷമാവുകയും ആദ്യം ഉന്തും തള്ളും ചില ഒക്കെ ഉണ്ടായി. പിന്നീട് വീണ്ടും ഇയാള് അകത്ത് പോയിട്ട് ആയുധം എടുത്തുകൊണ്ടൊന്ന് തിരിച്ചു വന്ന് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടെ 2 പേർക്കും ഈ കവിതയ്ക്കും അതേപോലെ ഭർത്താവ് ചിന്നപ്പനും വെട്ടേറ്റു. ഈ ഗർഭിണി ആയതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൊന്നുകളയുമായിരുന്നു എന്ന് വരെ ആ തരത്തിലുള്ള ഒരു ആക്രോശം നടത്തിക്കൊണ്ടാണ് ഇയാള് ഇവരെ ഉപദ്രവിച്ചത്. ഏതായാലും കവിതയുടെ പുറത്തും അതുപോലെ തന്നെ കൈക്കും വെട്ടേറ്റിട്ടുണ്ട്. ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ട്? പ്രതിയെക്കുറിച്ച്, അക്രമിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. കാരണം ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയൊക്കെ ഈ രീതിയിൽ ആക്രമിക്കണമെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി ആയിരിക്കുമോ ഈ പ്രതി? ടോം, കേവലം 34 വയസ്സ് മാത്രമുള്ള ഒരു യുവാവാണ് ഈ പ്രതി. അയാള് എന്നാൽ സ്ഥിരമായി ഒരു മദ്യപാനം അതുപോലെ തന്നെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്നാണ് നമുക്ക് പുറമേ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ.
അത്തരത്തിൽ സ്ഥിരീകരിച്ച് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. എങ്കിലും പുറമേ നിന്നുള്ള വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇയാള് ഒരു മദ്യപാനിയും ഒക്കെയാണ്. അപ്പൊ ആ തരത്തിലുള്ള മയക്കുമരുന്നോ മദ്യമൊക്കെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടാവാം ഈ സമയത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കവിതയ്ക്ക് പുറത്തും കൈക്കും വെട്ടേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ ചിന്നപ്പനും നെഞ്ചിലും വെട്ടേറ്റു. ഇവരെ ആദ്യം വണ്ടിപ്പെരിയാറിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സ ആവശ്യമായതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേപോലെ ഈ ഗുരുചാർലിനെ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്ന ഗുരുചാർലിനെ വണ്ടിപ്പെരിയാർ പോലീസ് എത്തി ഈ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടിയിട്ടുമുണ്ട്. ടോം, വ്യക്തമാണ്. വി കെ സ്റ്റാലിനാണ് വണ്ടിപ്പെരിയാറിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.